വിആർ ഗുരുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് മറ്റേ വീഡിയോയിൽ പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂള് അടിപൊളിയാണ് സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്കൂളിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടോ. HS പെരിങ്ങോട് ഹൈസ്കൂളാണത്. ഇവിടുത്തെ വേറെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LKG മുതൽ ഇപ്പൊ LKG ഉണ്ട്. അന്ന് അംഗനവാടികളും പിന്നെ LKG ഒന്നും ഇല്ല സ്കൂളിൽ. അപ്പൊ മറ്റേ നേരിട്ട് 6 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കാന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വരുന്നത് 8, 9, 10 സ്കൂളുകളാണ് ഇത് മൊത്തം ഉള്ളത്. അപ്പൊ ഞാൻ SSLC ആയിട്ട് വരുമ്പോ SSLCയിലേക്ക് എത്തുമ്പോഴേക്കും +1 ഒന്നും ആയിട്ടില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രീ ഡിഗ്രി ആയിരുന്നു അന്നായിട്ടില്ല, +1 ആയിട്ടില്ല അന്ന്. അപ്പൊ 8, 9, 10 ഇവിടെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനുള്ളില് ഒരുപാട് എന്താ പറയാ മറ്റേ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന, കരടി, കടുവ, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ മറ്റേ ശില്പം അങ്ങനെ ഒരുപാട്. അതൊക്കെ ഉണ്ടാക്കിയത് ആരാണ് വെച്ചാല് നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗണപതി മാഷ് എന്ന് പറയും, ഡ്രോയിങ് മാഷാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയത്, ആർട്ട് വർക്ക്. സാറിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സിനിമകളിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആർട്ട് വർക്ക്, അതായത് മറ്റേ ഡ്രോയിങ് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ആ മാഷാണ് സ്കൂളിലത്തെ ഡ്രോയിങ് മാഷും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ശില്പങ്ങളും അദ്ദേഹത്തിന്റെ കരവിരുതിൽ ഉണ്ടായിട്ടുള്ള ആനേനടക്കം ഉണ്ടാക്കിയത് മാഷാണ്. അത് നമ്മൾ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ, ഞായറാഴ്ചയാണ് നമ്മൾ എത്തിയത് നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലേക്ക് കയറാൻ ഒരു രക്ഷയില്ല, കാരണം അവിടെ മൊത്തം അടച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ മാഷുമാരവിടെ ഉണ്ടാവും. അപ്പൊ എന്നെ പഠിപ്പിച്ച മാഷുമാരും അതുപോലെ തന്നെ അറിയുന്ന മാഷുമാരും അങ്ങനെയുള്ള കുറെ അധ്യാപകരൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പൊ ആ അധ്യാപകരെ കാണുമ്പോ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. അവർക്ക് ഞാൻ ഇരുന്ന ക്ലാസ് റൂമൊക്കെ കാണിച്ചതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല, ഞങ്ങൾക്ക് അടച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വെക്കേഷൻ സമയത്ത് വന്നാലും ഇവിടെ അടച്ചു. അത് പറ്റും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ല, റിപ്പബ്ലിക് ദിനം അങ്ങനെയുള്ളൊക്കെ വരുമ്പോ അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല, അധ്യാപകർക്ക് വരികയും വേണം സ്കൂളിൽ. അങ്ങനെയൊക്കെ ദിവസങ്ങൾ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെരുങ്ങോട് സ്കൂളിന് ബസ്സില്ല. അല്ലാത്ത ഞങ്ങൾ ഈ പാടൊന്നും നീന്തി വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ മറ്റേ ബസ് ഉണ്ട് സ്കൂളിൽ. അപ്പൊ അതായത് ഇപ്പൊ 1, 2, 3, 4 ബസ്സാ കിടക്കുന്നത്. 4 ബസ്സുകൾ അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ ആയിട്ടോ, +1, +2 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ +2 ഒക്കെ ഇപ്പൊ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളാണ് ഇപ്പുറത്തെ സെക്ഷനാണ് വരിക. ഇത് 8, 9, 10. ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മുതൽ 7 വരെയാണത്. വലിയ സ്കൂളാണ്. ഈ ഭാഗം മാത്രം, ഈ ഭാഗം മൊത്തം തന്നെ LKG തൊട്ട് 10 വരെ. വ്യത്യാസം. വലിയ കുട്ടികളൊക്കെ 15 ഒന്നും പോരാ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പെരിങ്ങോട് സ്കൂൾ എന്ന് പറഞ്ഞാല് കോതച്ചിറ, അതുപോലെ തന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ കൂറ്റനാട്, ആമക്കാവ് ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികളും ഇവിടെ വരിക. പിന്നെ അത് മാത്രല്ല, ഇത് നമ്മുടെ മറ്റേ പെരിങ്ങോടുള്ള പൂമുള്ളി എന്ന് പറയും, അവരുടെയാണ് ഈ സ്കൂൾ കേട്ടോ. ഇത് മാനേജ്മെന്റ് സ്കൂളും കൂടിയാണത്, സ്കൂളാണത്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരെന്നൊക്കെ പറഞ്ഞാൽ നല്ല മികച്ച അധ്യാപകരാട്ടോ, കിടലൻ അധ്യാപകരാണൊക്കെ. നമ്മൾ മാഷെ എന്ന് നമ്മൾ ശരിക്കും വിളിക്കും, നമ്മൾ അങ്ങനത്തെ അധ്യാപകരാണ് എല്ലാവരും. പിന്നെ അച്ഛപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കലോത്സവ വേദികളിലൊക്കെ എപ്പോഴും പഞ്ചവാദ്യത്തിന് ഏറ്റവും ആദ്യം നിൽക്കുക പെരിങ്ങോട്. അയ്യോ, അതിനെ കുറിച്ച് പറയാൻ വിട്ടുപോയതാണ് ഞാൻ. അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിക്കാണ്ടില്ലേ ഹൈസ്കൂളിൽ പഠിപ്പിക്കണതൊക്കെ 8 മണിക്ക് കാലത്ത്. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവിടെ പഠിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കാം. അതല്ല, വാദ്യങ്ങളോട് താല്പര്യമുള്ളവർക്കാണ് വെച്ചാല് പഞ്ചവാദ്യത്തിന്റെ എല്ലാ വാദ്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പഞ്ചവാദ്യം മാത്രമാണ്, അല്ലല്ല, ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ചെണ്ടയുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഡ്രംസ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കല എന്താണോ അതൊക്കെ. പെൺകുട്ടികൾക്കാണെങ്കിൽ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, ഓട്ടംതുള്ളൽ, കഥകളി എല്ലാം ഉണ്ട്. ഞാൻ മറ്റേ എന്താ പറയുക, സ്കൂളിൽ പഠിച്ചുകൊണ്ട് 8ാം ക്ലാസ് പഠിച്ചുകൊണ്ട് കഥകളിക്ക് പേര് കൊടുക്കേണ്ട ആൾക്കാർ പേര് കൊടുക്കണം എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നിരിക്കും. മറ്റേ സ്കൂളിൽ പേര് ഇങ്ങനെ. അപ്പൊ ഞാൻ കഥകളിക്ക് മറ്റേ ഞാൻ പേര് കൊടുത്തു. അവിടെ ചെന്നിട്ട് ആശാനെ കണ്ടു. ആശാൻ പറഞ്ഞു,
വേഷം വേണോ പാട്ട് വേണോ വെച്ചിങ്ങോട്ട് തീർന്നു. വേഷം വേണോ പാട്ട് വേണോ? വേഷം വേണോ പാട്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വേഷം എന്ന് പറഞ്ഞ ഇങ്ങനെ കുത്തല് ആയിരിക്കും എന്ന് ഞാൻ കരുതി. പിന്നെ പാട്ട് എന്ന് പറഞ്ഞാല് അതിന്റെ ഒപ്പം പാടില്ലേ, പാടി കളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് മതി എന്ന് പറഞ്ഞു. ഒപ്പം ഒന്ന് കളിക്കാം. അന്നേരം നാളെ വരുമ്പോ ഒരു നോട്ട്ബുക്ക് ആയിട്ട് വന്നോളാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഞാൻ പോന്നു. പിന്നെ പോയില്ല. അതെ പാട്ട്. അന്നേരം കഥകളിപ്പദം പഠിച്ചാ മതിയായിരുന്നു. ഫ്രീ ആണേ, ഒരു ചെലവുമില്ല. അതെ, അത് ഈ പെരിങ്ങോട് സ്കൂളിൽ പഠിക്കുന്ന പാട്ട് പഠിക്കുകയാണെങ്കിൽ പെരിങ്ങോട് സുനിൽ എന്ന പേരിൽ അറിയപ്പെട്ടനെ. പിന്നല്ലേ. അതുപോലെ തന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളില് ഈ വാദ്യങ്ങളല്ലാതെ തന്നെ AC മെക്കാനിക്ക് അങ്ങനെയുള്ള ഒരുപാട് മെക്കാനിസം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ സർക്കാരുകൾ ഇപ്പോഴേ ആക്ടിവിറ്റീസ് തുടങ്ങി വരുന്നതിന്റെ മുന്നേ പെരിങ്ങോട് സ്കൂളിൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അതൊന്ന് ആലോചിച്ച് നോക്കിയാമോ. അത്രയും കാലങ്ങൾക്ക് മുമ്പ് ഒരു മാക്സിമം 25 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഉണ്ട്. കൊള്ളാം. നല്ല ഇതാണ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിംഗ് അങ്ങനെ പുറകിലോട്ട് പോകും. അതാണ് 7ാം ക്ലാസ് വരുന്നത്. 7ാം ക്ലാസ് അതായത് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ അതിന്റെ ഉള്ളിലാണ് വരുന്നത്. മനസ്സിലായില്ല. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ട, ഈ ഒരു മറ്റെന്താ യു ആകൃതിയിൽ ഉള്ള കുട്ടികൾക്ക് ഒരു കളിക്കുള്ള പാർക്കൊക്കെ കൊടുത്തിട്ട് ഇതാണ് അതായത് 2, 3, 4 ക്ലാസ്സിലത്തെ LP-യിലത്തെ വിഭാഗം. പിന്നെ അത് മാത്രല്ല എനിക്ക് തോന്നണത് ഇവിടെ കണ്ടല്ലോ ഒരു സ്റ്റേജ് പോലെ കെട്ടിണ്ട്. അസംബ്ലി ഇതാന്ന് തോന്നുന്നു. ഇത് സ്റ്റേജ് ആണ്. ഇവിടെ കുട്ടികളുടെ പരിപാടി നടക്കുമ്പോ പ്രോഗ്രാംസിനൊക്കെ വേണ്ടി ഇവിടെയുള്ള കുട്ടി, അതായത് ഇവിടുത്തെ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാംസ് അസംബ്ലി അങ്ങനെയൊക്കെയാണത്. അങ്ങനെ ഭാഗത്തേക്ക് LP 4ാം ക്ലാസ് ഒക്കെ വരെ. അതെ, 4ാം ക്ലാസ് വരെ. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഓടിട്ട കെട്ടിയതും അത് കേട്ടോ. 4ാം ക്ലാസ്, 3ാം ക്ലാസ്, 2ാം ക്ലാസ്. അങ്ങനെ ആകുമ്പോഴേ ഇത്രയും ബിൽഡിംഗ് ഉള്ളപ്പോ കുറെ ഡിവിഷൻ ഉണ്ടാവില്ല. ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഇഷ്ടം പോലെ. അതായത് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ABCD വരെ ഉണ്ട്, F വരെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇവിടെ. മറ്റെന്താ പറയാ, ഈ എന്താ പറയാ സംസ്കൃതത്തിലുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് ആണ്. സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ക്ലാസ്. അത് ഞാനൊക്കെ സംസ്കൃതം പഠിച്ചിരുന്നു. ഞാനൊക്കെ മറ്റേ B ക്ലാസ്സിലായിരുന്നു. അതുപോലെ തന്നെ A ക്ലാസ്സിലെ കുട്ടികൾ അറബിക്കാണ്. അറബിക്കിന് മൊത്തത്തിലൊരു ക്ലാസ് ഉണ്ട്. പിന്നെ CDF ഒക്കെ മലയാള ക്ലാസ്. അങ്ങനെയാണ് ഈ സംഭവം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്കൂളുകളൊക്കെ ഞാൻ ഒരുവിധം കണ്ട് ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ എങ്ങനെയാണ്? ഞാനെന്ന് പറയുമ്പോ A ക്ലാസ്സിൽ എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് മീഡിയം, അവിടെ മലയാളം അല്ല സംസ്കൃതമാണ്. B ക്ലാസ്സിലും അതെ സംസ്കൃതം മലയാളം കാണും. സംസ്കൃതം തോന്നുന്നു. C ക്ലാസ് ഞങ്ങളിൽ മലയാളം. D ക്ലാസ്സിലൊക്കെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ്. മലയാളം ഫസ്റ്റ്, സംസ്കൃതം അല്ല. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അറബിക് കാണില്ല. പിന്നെ ഞാനൊരു എന്താ ചോദിക്കുന്ന വെച്ചാല് മറ്റേ എന്താ പറയാ, ഈ സംസ്കൃതത്തിന് സെപ്പറേറ്റ് ക്ലാസ് ഇല്ലേ അവിടെ? AB അതാ പറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അറബിക്കും കൂടി ഉണ്ട്. കാരണം ഇവിടെ ഈ മൂളിപ്പറമ്പ്, മതുപ്പുള്ളി അങ്ങനെയുള്ള മറ്റേ എന്താ പറയാ കോതച്ചിറ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മുസ്ലിം കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അറബിക്ക് അത് ഒരു മെയിൻ ആയിട്ട് സബ്ജക്റ്റ് ആയിട്ട് ഒരു ഇതുണ്ട്, അവിടെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്താണ് ഇനി നമ്മുടെ എന്താ പറയാ LKG UKG 1ാം ക്ലാസ്. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇവിടെ ഒരു കുട്ടിനെ വിട്ടാ മതി. പ്ലസ് ടു വരെ ഇവിടെ പഠിച്ചു പോരാ ഫുള്ളായിട്ട് ഇവിടെ. പിന്നെ കോളേജും കാര്യങ്ങളും മാത്രം, കോളേജിലേക്ക് മാത്രം റെഫർ ചെയ്താൽ മതി. അതെ, സുഖമായിട്ട് ഇവിടെ പഠിക്കാം. ഇതാണ് LKG UKG 1ാം ക്ലാസ്. ഞാനൊക്കെ പഠിക്കുമ്പോ ഇവിടെ ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ആ ഓടിട്ട ബിൽഡിങ്ങില് അപ്പൊ ഫസ്റ്റ് നില ഒരു നില ഉണ്ടാവുള്ളൂ. ഒറ്റ നിലയുള്ളൂ. ഇതുപോലെ ഇത് വാങ്ങാൻ അതുപോലത്തെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 2 നില. 1ാം ക്ലാസ്സിൽ ഞാൻ വിട്ടിരുന്നു. LP സ്കൂൾ കൊള്ളാം. അങ്ങനെ അതിനെ വലിയ സ്കൂളാട്ടത്. അതെ, വലിയ സ്കൂളാണ്. വലിയ സ്കൂള്. തങ്കമ്മ ടീച്ചറായിരുന്നു എന്റെ 1ാം ക്ലാസ്സിൽ നടന്ന ടീച്ചർ. അതൊക്കെ ഓർമ്മ തന്നെ. പിന്നെ അതൊന്നും നമ്മളെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഓർമ്മയിൽ നിന്ന് പോവില്ല. അതെപ്പോഴും ഉണ്ടാവും. തങ്കമ്മ ടീച്ചർ. അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്നെ അനിയന് ഒരു ക്ലാസ്സിലെ കൊണ്ടുപോയി ചേർത്ത്. ഞങ്ങൾ ഒരു വയസ്സിന്റെ വ്യത്യാസം ഉള്ളത്. അപ്പൊ ഒറ്റ ക്ലാസ് കൊണ്ടുപോയി ചേർത്തു.
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസകരമായിരുന്നു കേട്ടോ. നമുക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ട് കാണാം. ഗ്രൗണ്ട് ഗംഭീര ഗ്രൗണ്ടാണ്, അടിപൊളി ഗ്രൗണ്ടാ. വാദം കൂടാതെ വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് എന്തായാലും. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് സ്കൂൾ കിടക്കുന്നുണ്ട് കണ്ടോ. മറ്റേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അലസ്യമായിട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് കയറി നശിപ്പിച്ച് നാശാക്കും, ഉള്ളിൽ കയറി നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയാണ്. അതെല്ലാം ഇപ്പം ഭാഗത്തും വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണത്. പിന്നെ ഇവിടെ മറ്റേ സ്കൗട്ട് ഉണ്ട്. ഞാനൊക്കെ സ്കൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ. മറ്റേ സ്കൗട്ടിലാണ് ഉണ്ടായിരുന്നത് അന്ന്. സ്പോർട്സിലും ഉണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ മറ്റേ NCC അല്ല, ഇവിടെ സ്കൗട്ടാണ്. സ്കൗട്ട് ആൻഡ് കിഡ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. 50 വർഷത്തിലേക്ക് 50 വർഷം മുമ്പ് ഇവിടെ ഉണ്ട്. 50-ാം വർഷത്തിലേക്കാണ് ഇത് പോണത്. ചുമ്മാതെയാണ്. സാംസ്കാരിക ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എക്സിക്യൂട്ടീവ്. സ്കൂളിന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വമ്പൻ ഗ്രൗണ്ടാണ് ഈ സംഭവം. കാരണം ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പല സ്കൂളിലേക്കും പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന്. പക്ഷെ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഞാൻ ഇതേവരെ സ്കൂളിൽ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇതില് ഒരു റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ തന്നെ 200 മീറ്ററായി. ഒരു റൗണ്ട് ഓടി 200 മീറ്ററായി. 200 മീറ്ററായി. അത്ര വലിയ സ്കൂളാണ്. അപ്പൊ നമ്മളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കയറായി. പിന്നെ ഈ ജേഴ്സി മറ്റേ ബൂട്ടൊക്കെ അണിഞ്ഞ് ഇറങ്ങായി. ഇങ്ങനെ തൊട്ടുനിറയിലേക്ക് അങ്ങോട്ട് ഇറങ്ങും പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആണെച്ചെങ്കിൽ, ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആണെച്ചാൽ നമ്മളെ കൂടെ പഠിച്ച പിള്ളേർ, ഇവിടെ അടുത്തുള്ള പിള്ളേരേട്ടാ, അവരൊക്കെ ഇവിടെ വരും കളിക്കാൻ വേണ്ടി വരും. ഇവിടെ ഇപ്പോഴും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ രാവിലെ നടക്കാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ചരലാണ്. ഇത് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഒക്കെ ചോടുങ്ങനെ. അതുപോലെ കാണുന്ന പോലെ അല്ല ടച്ചൻ, പണ്ടത്തെ മെയിൻ ഫുട്ബോൾ കളിക്കാരനാണ്, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ ആന്നില്ലെന്ന് മാത്രം. ശരിക്കും അച്ഛൻ കേറിപ്പോണ്ടായിരുന്നു, അന്നത്തെ കാലഘട്ടമാണ്. അതെ, അത് കണ്ട ആൾക്കാര് മറ്റേ ഇതിട്ട് ഓടിയിട്ട് ഓടിയിട്ട് പാടുണ്ട് വൃത്തിയായിട്ട്. അതെ, ഇവിടെ മറ്റേ സ്പോർട്സ് നടക്കും, ഓട്ടം ചാട്ടം ഇങ്ങനെയൊക്കെ നടക്കൂല. അപ്പൊ അന്നേരം ഇവിടെയൊക്കെ നമ്മളിതില് ഓടി പഠിച്ചതായതുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ സുലഭം. കണ്ണ് അടച്ചുവിട്ടാ നമ്മൾ കൂടെ ഓടും നമ്മള്. അത്ര രസാ. പിന്നെ ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ കറക്റ്റ് ആയിട്ട്? എല്ലാം വരച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. സെന്റർ കംപ്ലീറ്റ് വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് ഇപ്പൊ 7-ാം ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഉള്ളില് വോളിബോൾ കളിക്കാം. പിന്നെ ഇവിടെ വോളിബോളിന്റെ ആണ് കെട്ടിക്കണോ, 2 കാല് കണ്ടില്ലേ? ആ 2 കാലിനോട് വോളിബോളിന്റെ നെറ്റാണ് കിടക്കണത്. പിന്നെ സ്കൗട്ടിന് ട്രെയിനിങ് കേറണത് കേറുമല്ലോ. ഇവിടെ മറ്റേ NCC അല്ല, സ്കൗട്ട് ഗൈഡ് ആണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് അച്ഛനായിരുന്നില്ലേ? സ്കൗട്ടിലുണ്ടായിരുന്നു. ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. ക്യാമ്പ് ഫയർ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു സുവർണ കാലഘട്ടം എന്നൊക്കെ പറയില്ലേ നമ്മള്. അതാണ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞ സുവർണ കാലഘട്ടം. നിങ്ങൾക്കൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതാണ് കാലഘട്ടം. അതെ, ശരിയാണ്. അപ്പൊ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് കൈകൾ പോകുന്നത്. ഞാനൊക്കെ അന്ന് വേറെ കാര്യമുണ്ട്. അന്ന് എന്താ വെച്ചാൽ 4 മണിക്ക് സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഗെയിം കളിക്കാനോ ടിവിയിൽ ഗെയിം കളിക്കാനൊന്നും ഇല്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ്, ഒന്ന് ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ വോളിബോൾ കളിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഓടുക, അവിടെ ഇങ്ങനെ ഓടി നടക്കുക, അന്നേരം ജേഴ്സി ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ വാമാവുക, രസമാണ് സംഭവം. ഇതിന്റെ പിന്നിലൊക്കെ വീടുകളാ. ഇതിന്റെ ഉള്ളിൽ ഒരു ആരോഗ്യ കേന്ദ്രം ഉണ്ട്. ആരോഗ്യ പിന്നെ ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു പറമ്പ് കണ്ടോ, അത് ഈ ചീരായുടെ പറമ്പ് എന്ന് പറയാ. എങ്ങനെ ചീരപ്പറമ്പോ? ചീരായുടെ പറമ്പ് എന്ന് പറയും. അല്ല, ചീരായി എന്ന് അവരെന്നെ വിളിക്കുന്ന ഒരു പേരാ. അങ്ങനെ അപ്പൊ അങ്ങനെ അവരുടെ ഒരു പറമ്പാണ്. അപ്പൊ അവിടെ ഒരു അമ്മച്ചി ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഈ ഉച്ചക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉച്ചക്ക് 1 മണിക്കൂറുണ്ട് സമയം. അപ്പൊ പെട്ടെന്ന് ഊണ് കഴിച്ച് ഫുട്ബോൾ കളിക്കാൻ വരും ചെക്കന്മാര്, കുഞ്ഞ് പന്തായിട്ട്.
അവിടുന്ന് ഓഫീസിൽ നിന്ന് കൊടുക്കില്ല. കാരണം ഇതെല്ലാരും കൂട്ടടിയാണ്, 8 കുറെ പിള്ളേര് ഒരുമിച്ച് കളിക്കുന്നത്. അപ്പൊ കുറെ പിള്ളേര് പോയിട്ട് അവിടെ നിന്നിട്ട് മാങ്ങ നിൽക്കണ്ടാവും അതിന് മുകളിൽ. ഈ മാങ്ങ കല്ലെടുത്ത് എറിഞ്ഞു വീഴ്ത്തും. അന്നേരം ആ അമ്മച്ചി ഉണ്ടാവും അവിടെ. ആ അമ്മച്ചി ഓടി വരും, എന്നിട്ട് സ്കൂളിൽ പോയിട്ട് പറയും ഇന്ന പിള്ളേര് വന്നിട്ട് സ്കൂളിൽ നിന്ന് എന്നിട്ട് പിള്ളേരെ ഓഫീസിലേക്ക് വിളിക്കും. ഇതൊക്കെ പരിപാടി ഉണ്ടാവും. അച്ഛനും പോവാൻ തോന്നുന്നുണ്ട്. ഇത് ഓപ്പൺ വന്നിട്ടുള്ളതാണ്, മറ്റേ ജിമ്മിന്റെ ഓപ്പൺ ജിമ്മാണ്. ഇപ്പൊ ആൾക്കാർക്ക് സൗകര്യമായി ഇവിടെ ഓടിയിട്ടൊന്ന് ശരീരം വാമാക്കി പോയിട്ട് 5 കിലോ 10 കിലോ വെയിറ്റ് അടിക്കും. ഓപ്പൺ ജിമ്മ് നല്ല സംഭവം. എക്സ്പെരിമെന്റ് PTA സ്റ്റാഫ് SSG SMC ഫ്ലോറിംഗ് ബൈ കൂട്ടിട്ടിരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് രാവിലെയും വൈകുന്നേരം മാത്രമാവും. ഇത് കൊള്ളാം, നല്ല പരിപാടിയാ. ഇത് കണ്ട, ഇത് 1991 92 ബാച്ചിന്റെ മെമ്പേഴ്സ് എന്നുവെച്ചാ 991 92 പഠിച്ച അവര് നിർമ്മിച്ചാണ്. അവരുടെ സ്പോൺസറിങ് ആവുമല്ലോ. അങ്ങനെ സംഭവം കിട്ടും. കണ്ട, അതെ, വെയിറ്റ് അടിക്കാം കണ്ടതില്ലേ. കൊള്ള നല്ല സെറ്റപ്പ് ആട്ടോ അല്ലേ. പിന്നെ ഓപ്പൺ ജിമ്മ്. വെയിറ്റ് ഇല്ല, സ്ക്രൂ ടൈറ്റ് ആക്കി വെച്ചിരിക്കും അത്യാവശ്യം. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടല്ലോ മുകളിലേക്കൊക്കെ. അങ്ങനെയാ. അങ്ങനെ പിന്നെ നമ്മള് സാധാരണ നമ്മള് വീട്ടിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസ് കൂടെ അത് ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എണീക്കില്ല. അപ്പൊ ഈ കാലിനെ പിടിക്കാനുള്ളതാണ് അതിന്റെ മുകളിൽ. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അതിലിരുന്നിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് പറയുക, ഇങ്ങനെ ആക്കല്ലേ ആ സംഭവം ചെയ്യാം. അങ്ങനെയുള്ള പിന്നെ ഇങ്ങനെ ആടാ, അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യാം. ആനയാണത് നമ്മുടെ സ്കൂളിൽ തന്നെ. മനസ്സിലായ കൊള്ളാം. അത് നന്നായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല, അതായത് ഗണപതി മാഷാണ് ഇതിന്റെ മറ്റേ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്, ഈ ആർട്ട് വർക്കുകൾ കംപ്ലീറ്റ്. റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം. അത്യാവശ്യം വലിപ്പമുള്ള ഗ്രൗണ്ട്. രാവിലെ എഴുന്നേറ്റ് ഓടിക്കാനാ സുഖം. പിന്നല്ലേ ഫിറ്റ്നസ് ആവും. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക്, സ്കൂളിന്റെ ഉള്ളിലേക്ക് ഇനിയിപ്പോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പണിതിട്ടുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇതിന്റെ അപ്പുറത്താണ്, ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് മറ്റേത് വന്നിട്ടുണ്ട്. +1 +2 വന്നിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡ്. അത് അപ്പുറത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ, അതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിരുന്നുണ്ടോ. അപ്പൊ എന്റെ സ്കൂള്, എന്റെ നാട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻസിഡന്റ് ഉണ്ടാവും, ഓരോരുത്തർ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയതും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം പോലെയല്ല അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ. അന്നെന്ന് പറഞ്ഞാല് നമ്മള് ഓരോ സ്കൂളിലേക്ക് പോകണമെങ്കിലും നമ്മള് പുസ്തകങ്ങളും പേനയും പെൻസിലും ഒക്കെ ആയിട്ട് നമ്മളൊരു ബാഗിലിട്ടിട്ട് നടന്ന് തന്നെ പോകണം നമ്മള്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞൊരു മാക്സിമം ഒരു 5-6 കിലോമീറ്റർ എന്തായാലും രാവിലെ സ്കൂളിലേക്ക് വരാനുള്ള ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ 5-6 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. പിന്നെ അത് കൂട്ടുകാരന്മാരുണ്ടാവുമ്പോൾ, നമ്മുടെ കൂടെ ആൾക്കാരുള്ള കുട്ടികളുണ്ടാകുമ്പോൾ രസകരമായിട്ട് നമ്മൾ സംസാരിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്കത് അറിയില്ല എന്ന് മാത്രം, ദൂരം അറിയില്ല എന്ന് മാത്രം. പിന്നെ ഇന്നത്തെ ഇപ്പൊ അതല്ല കേട്ടോ. ഇന്നിപ്പോ കുട്ടികൾക്ക് സ്കൂളിലല്ലേ ബസ് ഉണ്ട്. ഇപ്പൊ സ്കൂളിലെ കുട്ടികൾക്ക് സുഖമായിട്ട് പോയി വരാം. കാരണം എന്താ വെച്ചാൽ കോതര ഭാഗത്തു നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കോതച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോതച്ചിറന്ന് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ PTB എന്ന് പറഞ്ഞ ഒരു ബസ് വരും. ആ ബസ്സിലാണ് കുട്ടികൾ വരിക. ടീച്ചേഴ്സും ഉണ്ടാവും അതിൽ. നിറച്ച് തിങ്ങി നിറഞ്ഞിട്ടാണ് വരികയാണ്, അത്രയും ഫിറ്റായിട്ട്. അത് കോതര, അക്കിക്കാവ്, പെരുമ്പിലാവ് ആ ഭാഗത്തു നിന്നാണ് വരിക വണ്ടി ഇങ്ങനെ. എന്നിട്ട് അതങ്ങനെ നേരെ അങ്ങോട്ട് പോകും. എന്തായാലും ആനയുള്ള സ്കൂൾ എന്തായാലും അടിപൊളിയായി. സ്കൂൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അടിപൊളിയല്ലേ, ഇവിടെ പഠിച്ച സുഖമാ. LKG ചേർന്ന് കഴിഞ്ഞാൽ +2 ഇറങ്ങിയാൽ മതി. അത് മാത്രല്ല, ഞാൻ പറഞ്ഞില്ലേ വാദ്യകല 50 വർഷമായി വാദ്യകലയിൽ. ഇന്നും കേരളത്തില് മറ്റേ സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പെരിങ്ങോട് സ്കൂളിലെ പഞ്ചവായത്തിനാണ് മുന്നിൽ നിൽക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. അത്രയും ആറ്റിറ്റ്യൂഡുള്ള പിള്ളേരാണ് ഇവിടുത്തെ പിള്ളേർ. പിന്നെ പെരിങ്ങോട് ചന്ദ്രൻ പഞ്ചായത്ത് കാണാനൊക്കെ കേൾക്കാനൊക്കെ. പെരിങ്ങോട് ചന്ദ്രേട്ടൻ. അപ്പൊ ഞാനിപ്പോ നിക്കണത് അച്ഛൻ പഠിച്ച സ്കൂളിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിന്റെ അവിടെ ഒരു മരത്തിന്റെ മുകളിലാണ്. ഇവിടെ ഉറുമ്പൊന്നും ഇല്ല കേട്ടോ. അതൊന്നുമില്ല, സുഖമായിട്ട് കയറാം, പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഇറങ്ങിയതാ അച്ഛനും വായോ. എനിക്ക് അപ്പൊ ഇവിടെ ഒരു വായനശാല ഉണ്ട്. അപ്പോ ഞങ്ങള് ഒഴിവ് സമയത്ത് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക്, ഉച്ചയ്ക്കൊക്കെയാണ് ഏറ്റവും
മെയിനായിട്ട്. അപ്പൊ അതിന്റെ മുകളിൽ മറ്റേ എന്താ പറയാ, ഞങ്ങള് പിള്ളേരെ കൂടിയിട്ട് ഞങ്ങൾ അതിന്റെ മുകളിൽ മറ്റേ സൈഡിൽ കൂടെ സ്റ്റെയർകേഴ്സ് ഉണ്ട്, ആ കയറിയിട്ട് അതിന്റെ മുകളിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ആണ് PTA മാഷ് വിസിലിന്റെ വള്ളിയായിട്ട് വരും. ഇത് ആകെ ഒരു സ്റ്റെപ്പുള്ള അതിന്റെ മുകളിലേക്ക് കയറാൻ, അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. അപ്പോ നമ്മുടെ കൂടെ ഉള്ളവന്മാരുണ്ട്, എന്താ വെച്ചെങ്കിൽ അതിനോട് ചേർന്നിട്ട് 2-3 മറ്റേ തെങ്ങ് നിൽക്കുന്നുണ്ട്, അതിന്റെ പട്ടയമിലേക്ക് പിടിച്ച് ഒറ്റ ചാട്ടാ താഴത്തേക്ക് ഊർന്നിറങ്ങ വരും. നമുക്കതിന് പറ്റില്ല, നമ്മളവിടെ നിൽക്കും, നമ്മള് വിസിലിന്റെ അടിയും കൊള്ളും. അങ്ങനെ അങ്ങനെ അടിക്കും. പിന്നെ മറ്റേ വിസിലിന്റെ വള്ളിയല്ലേ, നല്ല വേദന ഉണ്ടാവും. അതിനോട് കയറരുത്. കാരണം അതെന്താ കാരണം വെച്ചാല് നമ്മൾ അതിന്റെ മുകളിൽ കേറി എന്തെങ്കിലും പറ്റി താഴത്തേക്ക് വീണു, കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ അധികൃതർക്കാണ് പ്രശ്നം. അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുള്ളൂ എല്ലാവരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ കയറരുതെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പിള്ളേരല്ലേ, നമ്മള് കയറിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഞാൻ മാത്രല്ല, എന്റെ കൂടെ കുറെ പിള്ളേർ വേറെ ഉണ്ടാവും. ഇവർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ആണിത്. ഇവർക്ക് ഈ പട്ട പിടിക്കാൻ താഴത്തേക്ക് പോവാ, ഇതാണ് പരിപാടി. അപ്പൊ മാഷ് താഴത്ത് നമ്മൾ ഇവർ വിട്ടു. അങ്ങനെയൊക്കെ രസമായിരുന്നു. അടിപൊളി. എന്റെ സ്കൂളിലത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.